BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തലസ്ഥാന മെട്രോ പദ്ധതിയുടെ അന്തിമ DPR അടുത്തയാഴ്ച സർക്കാരിന് സമർപ്പിക്കും. പദ്ധതിയുടെ നിർമ്മാണ ചെലവും ഉൾപ്പെടെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കുന്ന പൂർണ്ണമായ DPR ആണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മന്ത്രിസഭയുടെ അനുമതിക്കായി നൽകുന്നത്. മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചാൽ DPR കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കും. കേന്ദ്ര അനുമതി ലഭിച്ചാൽ 6 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് KMRLന്റെ നിഗമനം. പാപ്പനംകോട് നിന്ന് തുടങ്ങി കിള്ളിപ്പാലം, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയം, പട്ടം മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, കാര്യവട്ടം വഴി കഴക്കൂട്ടം വരെയും അവിടെ നിന്ന് ടെക്നോ പാർക്ക്, ആക്കുളം, ചാക്ക വഴി ഈഞ്ചായ്ക്കൽ വരെയും എത്തുന്ന 31 കിലോമീറ്ററാണ് അലൈൻമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ സർക്കാർ ഈ അലൈൻമെന്റിൽ നിന്ന് അംഗീകാരം നൽകിയിരുന്നു. തുടർന്ന് പദ്ധതിയുടെ ചെലവ്, സ്ഥലമേറ്റെടുക്കൽ തുടങ്ങിയ ഉൾപ്പെടെ വിശദമായ DPR തയ്യാറാക്കാനും സർക്കാർ KMRLനോട് ആവശ്യപ്പെട്ടിരുന്നു. KMRLനായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് DPR തയ്യാറാക്കുന്നത്. പൂർണ്ണമായി എലിവേറ്റഡ് എന്ന നിലയിലുള്ള നിർമ്മാണമാണ് DPRൽ നിർദ്ദേശിക്കുന്നതെന്നാണ് സൂചന. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന പൈതൃക മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രധാന പാതയിൽ മെട്രോ സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന വമ്പൻ നിർമ്മിതികൾ നഗര സൗന്ദര്യത്തെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നതിനാൽ ഭൂഗർഭ പാതയെക്കുറിച്ച് നേരത്തെ പഠനം നടത്തിയിരുന്നു. എന്നാൽ നിർമ്മാണ ചെലവ് ഉയരപ്പാതയുടെ ഇരട്ടിയാകുമെന്നാണ് നിഗമനം. ഉയരപ്പാതയ്ക്ക് 10,000 കോടി രൂപയാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ. കൊച്ചി മെട്രോയുടെ മാതൃകയിൽ 60% വായ്പയെടുത്തും 20% വിഹിതം സംസ്ഥാന കേന്ദ്ര സർക്കാർ വിഹിതവും ഉപയോഗിച്ചും നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.